ഈ ദിലീപ് സിനിമകൾക്ക് അനാവശ്യമായിട്ട് ഭയങ്കര ഡീഗ്രേഡിങ്ങും ഹെയ്റ്റ് കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോഴല്ല, മുമ്പ് പുള്ളിക്കാരൻ്റെ നല്ല സിനിമകൾ ഇറങ്ങുമ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എന്താ പ്രിൻസ് ആൻഡ് ഫാമിലി ഇറങ്ങിയപ്പോഴും ഈ സെയിം പരിപാടി ഇറങ്ങുകൊണ്ടിരിക്കുകയാണ്. അതായത് ചില മെയിൻ റിവ്യൂവേഴ്സ് വന്നിട്ട് യൂട്യൂബിൽ കിടന്നങ്ങ് തള്ളുകയാണ്, അയ്യേ ഇതെന്തൊരു സിനിമയാണ്, ഇതൊരു അപരാജമാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പടം ഞാനും കണ്ടാണ്, പക്ഷെ ഇതൊരു ഭയങ്കര ഗംഭീര സിനിമയാണ്, ഇന്ന് വരെ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത എന്റർടൈനർ സിനിമയാണെന്നൊന്നും ഞാനും പറയുന്നില്ല. പക്ഷെ പുള്ളിയുടെ കഴിഞ്ഞിറങ്ങിയ കുറെ സിനിമകൾ വെച്ച് നോക്കുമ്പോൾ ഇത് നല്ല നൈസ് പടമാണ് പുള്ളിയുടെ. എന്നിട്ടും ഇതിനെ ഈ ലെവല് ഭയങ്കരമായിട്ട് ഡിഗ്രേഡ് ചെയ്യാൻ മാത്രം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചവിട്ടി താത്താൻ മാത്രം ഇതിലെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല. നേരത്തെ പറഞ്ഞ പോലെ പുള്ളിയുടെ ഏതൊക്കെ നല്ല പടങ്ങൾ ഇറങ്ങും അപ്പോഴെല്ലാം കുറെ ടീമുകൾ വരും, ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യും, അതിനെ ഭയങ്കരമായിട്ട് മോശമായിട്ട് കാണിക്കും. ഇതൊക്കെ സ്ഥിരം മുമ്പ് നടന്നിട്ടുള്ള കേസുകളാണ്. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതായത് ഒരു പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയാം, ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരു പടത്തെ പർപ്പസ്ഫുള്ളി ഡീഗ്രേഡ് ചെയ്യുന്നതിന്റെ കാരണം മനസ്സിലാവുന്നില്ല. അതായത് ഇതൊരു കാട്ടപരാധമാണ്, ഇതൊരു ഭയങ്കരമായിട്ടുള്ളൊരു മലങ്കൾട്ടാണെന്നൊക്കെ പറയുന്നതിൻ്റെത് ഒന്നെങ്കിൽ ആ രീതിക്ക് ഈ പടം ആവണം. ഇത് എന്തായാലും ആ ലെവലൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ റിവ്യൂവേഴ്സ് അല്ലെങ്കിൽ ഇവരൊക്കെ ഇത്ര ഭയങ്കരമായിട്ട് ഈ പടത്തിന് പർപ്പസ്ഫുള്ളി അല്ലെങ്കിൽ ഈ ലെവലിൽ ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്കറിയോ? എനിക്ക് മനസ്സിലാവുന്നില്ല.